ഇയാൾ നുസൈബയുടെ പിതാവിൻ്റെ ഫോണിൽ വാട്സപ്പിലൂടെ 3 തവണ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞ് സബ് സന്ദേശം അയച്ചത്. 2022 ആഗസ്റ്റ് 8-നാണ് വിവാഹം നടന്നത്. തുടർന്ന് കാഞ്ഞങ്ങാട് നഗരസഭയിൽ മുസ്ലിം അവതരണപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തു. 6 മാസത്തിന് ശേഷം സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് ഭർത്താവും ഭർത്തൃവീട്ടുകാരും പീഡിപ്പിച്ചതായും 20 പവൻ ആഭരണങ്ങൾ ഭർത്താവ് വിറ്റതായും നുസൈബ പരാതിപ്പെട്ടു. സ്ത്രീ പീഡനത്തിൻ്റെ ഭർത്താവുമായി നഫ്സ 65 ഭർത്താവിൻ്റെ എന്നിവർക്കെതിരെ കേസെടുത്തു. അപ്പം എന്തൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന കേസാണ്. ഒരു സ്ത്രീ കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കുറേ മുതൽ കട്ടുവിട്ട് കുറേ വണ്ണം കൊണ്ടുപോയി ഈ ഭർത്താവിൻ്റെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഇവരൊക്കെ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നല്ല ഒരു ഇതാണ്. അപ്പം ഉണ്ടെങ്കിലും കേസ് കൊടുക്കേണ്ട രൂപം അങ്ങനെയാണ്. അതങ്ങനെയാണ്. മൊഴി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊഴി ചൊല്ലണമെങ്കിൽ അതിൽ 2 സാക്ഷികളൊക്കെ വേണം. 2 സാക്ഷികൾ മുഖാന്തരമൊക്കെയാണ് അത് പറയേണ്ടത്. മനസ്സിലായോ? പിന്നെ വിവരം അറിയിക്കാം. പിന്നെ അദ്ദേഹം വിദേശത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ വാട്സപ്പ് കൂടെ ചൊല്ലി കൊടുത്ത് പറഞ്ഞു. 2 സാക്ഷികൾ വേറെ ഉണ്ടാവും ചെയ്യും. വിവരം ഒന്നും നേരിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ടൊന്നുമില്ല. മൊഴി ചെല്ലുന്നതിൻ്റെ എന്താ രീതികൾ എന്തൊക്കെയാണെന്നാണ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അങ്ങനത്തെ കഥകളുള്ള 2 സാക്ഷികൾ നിർബന്ധമാണ്. അവരെ കേൾക്കാൻ മൊഴി തരണം. അല്ല വെറുതെ ഞാൻ വെയിലോട്ട് കാര്യമില്ല. അവരോട് ഏറ്റു പറഞ്ഞേ, സാക്ഷികളോട് പറഞ്ഞേറ്റ് പറയണം. സാക്ഷികളൊക്കെ ഉണ്ടാവും. സംഭവമൊക്കെ ശരിക്കും മൊഴി ചെയ്യലുണ്ടാവും. പിന്നെ പലതും കിട്ടാൻ വേണ്ടിയൊക്കെ കൊടുത്ത കേസാവും. മൊഴി ചൊല്ലാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഇതിപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ പരാതി പറഞ്ഞത് കുറേ വണ്ണം കെട്ടുകൊണ്ട് അങ്ങനെ കെട്ടുകളൊക്കെ പറയാണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുമ്പോൾ സത്യാവസ്ഥ പുറത്തുള്ളൂ. അത് മനുഷ്യ ജീവിതത്തിൽ അത് പറഞ്ഞതാണ്. സ്ത്രീക്ക് പുരുഷരെ ഡൈവേഴ്സ് ചെയ്യാം, പുരുഷരെ സ്ത്രീയെയും ഒഴിവാക്കാം. ചില ആളുകൾക്ക് ധാരണ ഉണ്ട് ആണുങ്ങൾക്ക് എപ്പോഴും പോയില്ല അങ്ങനല്ല, സ്ത്രീകൾക്കും പോയില്ല. ഫസ്ക് എന്ന് പറയും. ഫസ്ക് അല്ല എന്ന് പറയും. ഫസ്ക് ചെല്ലാൻ അതിൻ്റേതായിട്ടുള്ള മതപരമായിട്ട് അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. തലാക്ക് എല്ലാതൊക്കെ ഉണ്ട് കാഴ്ചപ്പാടുകൾ. അതിൻ്റെ ആ രീതിയിൽ ചെയ്യാം. അതാണ് ആ മതത്തിൻ്റെ പൗരനാണിത്. ഇസ്ലാം മതത്തിൻ്റെ പൗരനാണിത്. സ്ത്രീക്കും പുരുഷനെ ഒഴിവാക്കാം. പക്ഷെ അത് ചിലപ്പോൾ അറിയില്ല. എന്തിനാ അടഞ്ഞിങ്ങനെ കൂടണേ? ഭർത്താവ് മോശം വെടക്കുന്നുണ്ടെങ്കിൽ വൈത്തല്ല നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒഴിവാക്കുക. മതം അതിന് അനുവാദം തരുന്നുണ്ട്. അതാണ് കേൾക്കില്ലെന്ന് മാത്രം. അതെങ്ങനെ ഉണ്ടായാലും വെച്ചാൽ ഇവർ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും ഭാര്യയെ. ഇപ്പോൾ ഫസ്റ്റുള്ള കോല പറഞ്ഞാൽ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറാണ്. പക്ഷേ ഭാര്യ പോരുന്നില്ല. അവൾ പോരില്ല എന്ന് പറയും. അപ്പോഴോ പാരത്തെ പേര്. അപ്പോൾ ആൾക്കാർ പറയും, അങ്ങനെ വീണ്ടും ശ്രമങ്ങൾ നടത്തും. അവൾ പോരില്ല പറയും. അവൾ കൂട്ടുകാർ പറയും അവൾ പോരില്ല, അവിടെ നാട്ടിൽ നടക്കുന്നതാണ്, ഇത്രയൊക്കെ കാണാണ്, അവൾ പോരില്ല പറയും. ലാസ്റ്റ് മധ്യസ്ഥന്മാർ പറയും, എന്ത് പറയും, അത് ഒഴിവാക്കിയാൾ പറയും. അങ്ങനെ അവൻ തൊലാക്ക് ചൊല്ലുന്നു. പക്ഷേ സത്യാവസ്ഥ എന്താ നടന്നെന്താണ്? ഇവിടെ നടന്നത് ഫസ്ക്കാണ്. ഇവിടെ നടന്നത് ഫസ്ക് ചെല്ല ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം അവളാണ് പോരാത്തത് ഭർത്താവിൻ്റെ കൂടെ, അല്ലേ? ഭർത്താവിൻ്റെ കൂടെ വരാത്തത് അവളാണ്. പ്രശ്നങ്ങളുണ്ട്, അവൾക്ക് ഇവിടെ യുദ്ധത്തെ വേണ്ട, അവിടെ വീട്ടിൽ പ്രശ്നമുണ്ട്, അമ്മായിമ്മ പ്രശ്നം, മറ്റേ പ്രശ്നമൊക്കെ വേണ്ട, അവളെ വരാത്തത്. ശരിക്കും അവിടെ ഫസ്റ്റാണ് നടക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇനി അത് ബന്ധം ഇതൊക്കെ വേണ്ട ഇവരെ കൊണ്ട് തലാക്ക് ചെല്ലിപ്പിച്ചാന്നുള്ളതുള്ളൂ. പക്ഷേ സത്യാവസ്ഥ അവിടെ നടക്കുന്നത് ഫസ്ക് ചെല്ലലാണ്. ഫസ്റ്റാണ് അവിടെ നടക്കുന്നത്. ഇവൻ തലാക്ക് ഇപ്പോൾ ചൊല്ലിയിട്ടുണ്ടെങ്കിലും അവൾ കാരണമാണ് ഇവൻ തലാക്കിയത്. ഇവൻ അവളെ വേണ്ടായിട്ടല്ല. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് ചില നാട്ടിൽ നടപ്പിലാവുന്നുണ്ട്. അതിങ്ങനെയാണ് എന്ന് മാത്രം, അതാർക്കും അറിയില്ല. ഏത് സമയത്തും സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാം. എത്രയോ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വരലെങ്ങനെയാണ്? പുരുഷൻ്റെ ഭാഗത്തുനിന്ന് വരിക.
അത് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ആവശ്യം